ഞാൻ ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു വിട്ട് പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ABCD 4 പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 പ്ലെയിനിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എയും സിയും ഡിൻ്റെയാണ് മാസ് തന്നിരിക്കുന്നത്. ബീൻ്റെ മാസ് തന്നിട്ടില്ല. എന്നിട്ട് എയും ബിയും തമ്മിലുള്ള ദൂരം, ബിയും സിയും തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മിച്ചം, അതായത് സിയും ഡിയും തമ്മിലുള്ള ദൂരം തന്നിട്ടില്ല. അപ്പം എന്നിട്ട് വേറെ ആംഗിളും അവർ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എയും സിയും തമ്മിലുള്ള ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി ബിയു ആയിട്ടുള്ളതും ഡിയു ആയിട്ടുള്ളതിൻ്റെ ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് തരാത്തത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബാലൻസ് ആണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ആ ബിൻ്റെയും ഡിൻ്റെയും ആംഗിൾ എത്ര, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എത്ര, സിയും ഡിയുടെ ഡിസ്റ്റൻസ് എത്ര, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് ബി എന്ന് പറയുന്ന നേരത്ത് ബീൻ്റെ മാസ് എത്ര എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാവുന്ന പോലെ നമ്മളിത് വരച്ചതിന് ശേഷം ഇതിൻ്റെ ഇതാണെന്ന് മനസ്സിലായി, ഈ ആംഗിൾ ഇല്ലാന്ന് മനസ്സിലായി, ഇത് എക്സാം എടുക്കണമെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഈ ബോക്സ് വരയ്ക്കുന്നു. പ്ലെയിൻസ്, മാസ്, റേഡിയസ്, FC/ω ലെങ്ത്, കപ്പിൾ. അതുകൊണ്ട് പ്ലെയിൻസ് ABCD എന്ന് എഴുതുന്നു, മാസ് എഴുതുന്നു, MB അറിയത്തില്ല, അതുകൊണ്ട് MB എന്ന് എഴുതുന്നു, റേഡിയസ് എഴുതുന്നു, ഫോഴ്സിൻ്റേത് ഇത് നമ്മളിങ്ങനെ എഴുതുന്നു. അതിനുശേഷം ലെങ്ത് എഴുതാൻ നേരത്ത് നമുക്കവിടെ എന്ത് വേണം, റെഫറൻസ് പ്ലെയിൻ ഏതെടുക്കണമെന്ന് വേണം. എപ്പോഴും നമ്മൾ അൺനോൺ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബീനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. അപ്പോൾ ബിക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്തോന്ന് എഴുതണം, എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് എഴുതണം. അപ്പം എന്ന് ബി -400 mm, ബിന്ന് സി 500 mm, B to D എന്ന് പറയുന്നത് 500 + x അല്ലേ, അപ്പോൾ 500 + x എന്ന് പറഞ്ഞ് എടുത്തു. അതിനുശേഷം നമ്മളെന്തോന്ന് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കപ്പോൾ -0.4, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അപ്പോൾ -0.4, പിന്നെ റെഫറൻസ് എന്ന് പറയുന്നത് 0, പിന്നെ 0.5, പിന്നെ 0.5 + x എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതും കൂടെ ഗുണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതും കൂടെ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം മിച്ചം വരുന്നത് ചെയ്യാൻ നേരത്തെ നമുക്ക് x കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ സ്പേസ് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. എയും സിയും 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ എയും സിയും, അപ്പോൾ അസ്യൂമിങ് പ്ലെയിൻ A as ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സ്പേസ് ഡയഗ്രാം എയും സിയും മാത്രം വരച്ചു. അതിനുശേഷം എന്തോന്ന് ചെയ്തു, കപ്പിൾ പോളിഗൺ വരച്ചു. കപ്പിൾ പോളിഗൺ വരയ്ക്കണം, സ്കെയിൽ ചെയ്യണം. ഓരോ വാല്യൂ ഏതാണോ ചേരുന്നത് നോക്കിയിട്ട്, അപ്പോൾ 0.02 ചേരുന്നുണ്ടായിരുന്നു, 0.02 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ കപ്പിൾ പോളിഗൺ വരച്ചു. ആദ്യം നമ്മൾ ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എയുടെ ഇതെടുത്ത് വരച്ചു. അതിനുശേഷം B ഇല്ല, 0 ആണ്. അതിനുശേഷം സി എന്ന് പറയുന്നത് വരച്ചു. എന്നിട്ട് അവസാനത്തും തുടങ്ങിയത് തമ്മിൽ മുട്ടിക്കാൻ നേരത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് വെച്ച് ഞാനിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് സെൻറ്റിമീറ്റർ ഇൻറ്റു തിരിച്ച് യൂണിറ്റിലേക്ക് സ്കെയിൽ കൊടുത്തത് വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടി. ആ ഇക്വേഷൻ ഇത് ചെയ്തപ്പോഴത്തേക്കും സോൾവ് ചെയ്തപ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ ഇത്രയാന്ന് പറഞ്ഞ് കിട്ടി. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ. അതിനുശേഷം എന്തുവാണ് അപ്പോഴത്തേക്കും നമുക്ക് എക്സ് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഏതാ ആക്ച്വൽ ഡിസ്റ്റൻസ് വേണ്ടി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ ഈ ടേബിൾ 0.1 kg എന്ന് പറഞ്ഞ സ്കെയിൽ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 0.1 kg എന്ന് പറഞ്ഞാൽ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഇത് വരച്ചപ്പം 0 തുടങ്ങി ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വരച്ചു, പിന്നെ സിയിലേക്ക് വരച്ചു, പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഡിയിലേക്ക് വരച്ചു. ഡി നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ഡീൻ്റെ ഇത് കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഡി അങ്ങനെയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടി, ഇതാണത്. എന്നിട്ട് അത് വെച്ച് ഇവിടെ നമ്മൾ വരച്ചു. അതിനുശേഷം മിച്ചം വരുന്നതാണ് എന്തോന്ന്, ഇതെന്ന് പറഞ്ഞാൽ ബി. ഇതിൽ നിന്ന് നമുക്ക് ബി കണ്ടുപിടിക്കത്തില്ലേ, ബാലൻസിങ് മാസ് കണ്ടുപിടിക്കത്തില്ലേ ബീൻ്റെ, അങ്ങനെ മാസ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിളും കിട്ടി. അതാണ് അടുത്ത് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് ഇത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരച്ചു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് നമുക്ക് മാസ് ബി കണ്ടുപിടിച്ചു. അതാണ് മൂന്നാമത്തേത്. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൂടെ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ടുപോയി വരച്ചിട്ട് എയിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര എന്ന് പറഞ്ഞ് അളന്ന് നമ്മൾ എഴുതി. എയിന്ന് ഡിയിലേക്കുള്ള ദൂരം ക്ലോക്ക് വൈസ് ആണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞിട്ട് ഇത്രയാണ് ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. അത്രേ ഉള്ളൂ ചോദ്യം. മോഡൽ 5 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൻ്റെ അത് ചോദിക്കുവാണെങ്കിൽ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ പാർട്ട് എയിലെ ഓറ്. അത് ഒന്നെങ്കിൽ സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും. സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഇതായിരിക്കും ചോദ്യം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ മാസ്, റേഡിയസ്, ഫോഴ്സ്, എന്നിട്ട് ഫോഴ്സ് പോളിഗൺ വരച്ച് കണ്ടുപിടിക്കുക. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ആംഗിൾ വെച്ച് നമ്മൾ സ്പേസ് ഡയഗ്രാം കൂടെ വരയ്ക്കണം. അത്രേ ഉള്ളൂ. സ്പേസ് ഡയഗ്രാം പിന്നെ ഫോഴ്സ് പോളിഗൺ, ഇത് രണ്ടാമത്തെ കാര്യം തീരും. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ നമുക്ക് പ്ലെയിന്, മാസ്, റേഡിയസ്, ഫോഴ്സ്, പിന്നെ ലെങ്ത്, പിന്നെ കപ്പിൾ. ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പേസ് ഡയഗ്രാം വരയ്ക്കുക, കപ്പിൾ പോളിഗൺ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക, കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഒരു എക്സ്ട്രീം ലെവലിൽ ചിലപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ഈ 2 ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാണ് എന്തോന്ന്
മാസ് കണ്ടുപിടിക്കാൻ സംഭവങ്ങളെല്ലാം തന്നിട്ട് ഇതിൻ്റെ മാസാണ് ഇല്ലാത്തത്, ഇതിൻ്റെ ആംഗിളും ഇല്ല, അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നാലാമത്തേൻ്റെ വന്നിട്ട് ഇപ്പം എന്നാ പറയുന്നത്, ഒരു മാസ് തരത്തില്ല, അതുപോലെ തന്നെ ഒരെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, ഒരു പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, പിന്നെ ആംഗിളും രണ്ടെണ്ണമൊക്കെ തരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 സൂപ്പർ സെറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഈ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യാതെ ജസ്റ്റ് നമ്മളൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് തന്നാൽ ഷുവറായിട്ടും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു 2 തവണ ചെയ്ത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ 2 തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോമിന് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷേ ഒരെണ്ണം ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ നേരത്ത് ഓരോന്ന് ചിലപ്പോൾ സ്കെയിൽ എടുക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ സ്റ്റക്ക് ആയേക്കാം, ഓരോ സ്റ്റേജ് വരാൻ നേരത്ത് ചിലപ്പോൾ സ്റ്റക്കാകാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ അത് ബാക്കി ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് ടൈം ആയിപ്പോവും. അങ്ങനെ ഒരുപാട് ടൈം ആയി പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി മോഡ്യൂളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ 3 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ അകത്ത് പാർട്ട് ബി വന്നിട്ട് ഓരോ മോഡ്യൂൾ അരമണിക്കൂർ വെച്ച് തീർത്താൽ 2.5 മണിക്കൂർ കൊണ്ട് 5 മോഡ്യൂളും തീർക്കാൻ പറ്റും. ബാലൻസ് കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പാർട്ടേ തീർക്കുക. അങ്ങനെയുള്ള രീതിയിൽ വേണം നോക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് മോം. അപ്പോൾ മോഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ.